ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തലിനായി ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. വിശദമായ തെളിവെടുപ്പിന് രാഹുലിനെ 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് SIT ആവശ്യപ്പെടും. രാഹുലിനെ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. റോഷിപാൽ നൽകും വിവരങ്ങൾ. തിരുവനന്തപുരം ഫൈസൽ ഹംസയുണ്ട് വിവരങ്ങളുമായി. ഫൈസൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാമത്തെ കേസിലാണ് ഇന്ന് നിർണായകമാകുന്നത്. നമുക്കറിയാം, ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസ് പോലെയല്ല മൂന്നാമത്തെ കേസ്. അതിജീവിത ഭ്രൂണമടക്കം സൂക്ഷിച്ചതിൽ തെളിവുകൾ വളരെ ഗുരുതരമാണ്. സാങ്കേതികമായി തെളിവുകൾ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ അനുകൂലമായ ഒരു വിധിക്കുള്ള സാധ്യത വളരെ കുറവാണെന്ന് വേണം വിലയിരുത്താൻ, അല്ലേ? റോഷിപാൽ, കോടതി വരില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെയും തീരുമാനം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത് ഏറ്റവും പ്രധാനമാകുന്നത്, ഈ കേസിന്റെ തുടരന്വേഷണത്തിന് ഏറ്റവും അത്യാവശ്യമായി വരുന്നത് ഇതിൽ കസ്റ്റഡിയാണ്. അതുകൊണ്ട് അന്വേഷണ സംഘം നൽകിയ കസ്റ്റഡി അപേക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കസ്റ്റഡി അപേക്ഷയിൽ കോടതി എടുക്കുന്ന തീരുമാനമാണ്. കാരണം ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതിയായ ഈ ലൈംഗിക അതിക്രമ കേസിൽ, അത് മൂന്നാമത്തെ പരാതിയാണ്. ആ പരാതിയിൽ ഏറ്റവും പ്രധാനമാകുന്നത് ഈ കസ്റ്റഡി അപേക്ഷയാണ്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം, തെളിവ് ശേഖരണമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ അപേക്ഷയിൽ എടുക്കുന്ന തീരുമാനം അങ്ങനെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ ഏറെ വൈകാതെ തന്നെ ഈ തെളിവെടുപ്പിലേക്ക് പോകും. ഒപ്പം തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ. കാരണം അന്ന് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ ചോദ്യം ചെയ്യലുമായി ഒട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭിച്ചു വരും. അഭിഭാഷകന്റെ നിന്നും അനുമതിയില്ലാതെ, അഭിഭാഷകനുമായി സംസാരിക്കാതെ ഒരു ചോദ്യത്തിനും ഉത്തരം പറയില്ല എന്ന കടുത്ത നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചു. അതോടെ അന്വേഷണ സംഘം പ്രതിസന്ധിയിലായി. മൊബൈൽ ഫോൺ ലഭിച്ചെങ്കിലും, കസ്റ്റഡിയിലെടുത്തെങ്കിലും ആ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് പോലും കൈമാറാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അതൊക്കെ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് MLA പദവിയിലിരിക്കുന്ന ലൈംഗിക പീഡന കേസിലെ പ്രതിയെ സാധാരണ ഒരു പ്രതിയെ കൈകാര്യം ചെയ്യുന്നതുപോലെ അന്വേഷണ സംഘത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തുടർച്ചയായ ചോദ്യം ചെയ്യലിന്, ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കേണ്ടി വരും. അതുകൊണ്ടാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്ന ഒരാവശ്യം മുന്നോട്ട് വെച്ച്. അതിനപ്പുറത്തേക്ക് ഒരു സാധാരണ പകൽ കൊണ്ട് ആ ചോദ്യം ചെയ്യൽ അവസാനിക്കില്ല. കാരണം ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശദമായി ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം. എന്തായാലും രാഹുലിനെ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. ജാമ്യാപേക്ഷയും രാഹുലിന് നിർണായകമാണ്. റോഷിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.